CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് നമ്മോടൊപ്പമുള്ളത്. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഒരു സമവായത്തിന്റെ ലൈനിലാണോ അങ്ങയെ ജില്ലാ സെക്രട്ടറി ആക്കിയത്? എൻ്റെ പത്രപ്രവർത്തനം കഴിഞ്ഞിട്ട് എൻ്റെ ജൂനിയറായിട്ട് വന്ന ആളാണ് ഇത് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിലെ സംഘടനാ CPIMന്റെ സംഘടനാ പ്രവർത്തനത്തെ കൂടുതൽ ഐക്യത്തോടെ ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ദൗത്യം. നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് KP ഉദയഭാനുവിനെ പോലെയുള്ളൊരു ജില്ലാ സെക്രട്ടറി 24 hours എന്ന് പറയുന്ന രൂപത്തിൽ പ്രവർത്തനം നടത്തിയ ഒരു ജില്ലയാണ്. ശ്രമകരമായ ഒരു ദൗത്യം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. തിരുവല്ലയിലെ വിഭാഗീയതയെ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയർന്നിരുന്നു. അക്കാര്യത്തിൽ അങ്ങയുടെ ഒരു ശ്രദ്ധ കൂടുതൽ ഉണ്ടാകുമോ? തിരുവല്ലയിലെ വിഭാഗീയത എല്ലാം ഞങ്ങൾ പറഞ്ഞ് അത് അവസാനിപ്പിച്ചൊരു ചാപ്റ്ററാണ്. മാത്രവുമല്ല, ഞങ്ങളുടെ ജില്ലയിൽ നടന്ന ഏരിയ സമ്മേളനങ്ങളിൽ ഏറ്റവും മികച്ച ഏരിയ സമ്മേളനമായിട്ടാണ് തിരുവല്ല ഏരിയ സമ്മേളനം മാറിയത്. അപ്പോൾ ഇതെല്ലാം CPM സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെ നടത്തിയ കഠിനമായ ശ്രമങ്ങളെ തുടർന്ന് ഇടപെടൽ, ചർച്ചകൾ, പരിഹാരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിലേക്ക് നമുക്ക് ഏരിയ സമ്മേളനം നടത്താൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതൊരു നല്ല സൂചന തന്നെയാണ്. ഇന്നിപ്പം സാർവദേശീയ ഗാനം പാടിയത് തിരുവല്ലയിലെ 2 ഞങ്ങളുടെ പ്രമുഖ നേതാക്കൾ ഒരുമിച്ച് ചേർന്നാണ്. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി ഈ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പോകാൻ കഴിയും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനമാണെങ്കിലും. കാരണം കൂടുതൽ അടിത്തറ, പാർട്ടിക്ക് കൂടുതൽ ബഹുജന അടിത്തറ ഉണ്ടാക്കുക എന്ന ദൗത്യം ഞങ്ങൾക്ക് പ്രധാനമായിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ജില്ലയാണ്. ആ മതസൗഹാർദ്ദം കൂടുതൽ കാത്തുസൂക്ഷിക്കാനുള്ള നേതൃത്വപരമായ പങ്ക്, ഗവൺമെന്റുമായി ചേർന്നുള്ള പ്രവർത്തനം, ഇതെല്ലാം നമുക്ക് പ്രത്യേകമായി കണ്ട് നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒറ്റ ചോദ്യം കൂടി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര രീതിയിലായിരുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ ആ ഒരു പ്രവർത്തനം, അത്തരത്തിലുള്ള പ്രവർത്തനമാണെങ്കിൽ അത് ദോഷകരമായി ബാധിക്കില്ല. അതെങ്ങനെ ക്ലിയർ ചെയ്യും? അത്തരത്തിലേക്കൊരു പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിട്ടില്ല. കാരണം നമ്മുടെ ജില്ലയിലെ പ്രവർത്തനം, കേരളത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ സംഘടനാ പ്രവർത്തനത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് പത്തനംതിട്ടയിലെ ഇലക്ഷൻ കമ്മിറ്റി നടത്തിയത്. അതിന്റെ പ്രതിഫലം ഉണ്ടായി. കാരണം ആ പ്രതിഫലനങ്ങളുടെ ഭാഗമാണ് നമ്മുടെ സംസ്ഥാനത്തെ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. ഞങ്ങളൊരു ചെറിയ മാർജിനല്ലേ പരാജയപ്പെട്ടുള്ളൂ. അപ്പോൾ ആ നിലയിൽ പത്തനംതിട്ട പോലെയുള്ള ഒരു പ്രദേശത്ത് ആ നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അതിനകത്തൊരു സംശയവുമില്ല. ആ പ്രവർത്തനവുമായി ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകും. പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷനും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക, അതിന് ഐക്യത്തോടു കൂടിയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നത്. ആ പ്രവർത്തനം തീർച്ചയായിട്ടും നടത്തും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ജില്ലയിൽ സജ്ജമാക്കുക എന്നുള്ളതാണ് തന്റെ പ്രഥമ കടമ എന്ന് തന്നെയാണ് രാജു എബ്രഹാം, CPIM ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.